ഇന്നത്തെ കാലാവസ്ഥ അത്രയ്ക്കും നല്ലതല്ലായിരുന്നു കേട്ടോ. ചെറിയ മഴയോട് കൂടിയായിരുന്നു രാവിലത്തെ തുടക്കം. അപ്പോൾ നമുക്ക് തുണിയൊന്നും വിരിച്ചിടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ മഴ പെയ്താൽ ഇതാണ് നമ്മുടെ വീട്ടിലത്തെ അവസ്ഥ. മേലത്തെ ഹാളിൽ ഇതുപോലെ അഴ കെട്ടി തുണി വിരിച്ചിടലാണ് കേട്ടോ പണി. അപ്പോൾ അച്ചൂട്ടിൻ്റെ ഡ്രസ്സ് വിരിച്ചിട്ടിട്ടുണ്ട്. ബാക്കി എല്ലാ ഡ്രസ്സുകളും നമ്മൾ കഴുകിയിടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉച്ചത്തെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തുണി കുറച്ചധികം തുണി കുന്നുകൂടി കിടക്കുന്നുണ്ടായിരുന്നു മടക്കി വയ്ക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്തതിന് അച്ചൂട്ടൻ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. ആൾക്കാണെങ്കിൽ ചെറിയ തുമ്മലും ചുമയൊക്കെ ഉണ്ടായിരുന്നു, ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകിട്ടൊന്ന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകാനായിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം കൊണ്ട് അവൻ എണീക്കുന്നതിന് മുന്നേ ഒന്ന് തുണിയൊക്കെ മടക്കി തീർക്കാമല്ലോ എന്ന് വിചാരിച്ച് പെട്ടെന്ന് തന്നെ തുണി മടക്കി തീർക്കാനായിട്ട് നോക്കി കേട്ടോ. എന്നാലാണ് നമുക്ക് വൈകിട്ടത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ തുണികളും ഒരു വിധത്തിലൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വൈകിട്ടായപ്പോഴത്തേന് ചേട്ടൻ നേരത്തെ എത്തിയപ്പോൾ സമയം നമ്മൾ റെഡിയായി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആളാണെങ്കിൽ വണ്ടി കയറുന്ന തൊപ്പി വെച്ച് കൊടുത്തതിന് ശേഷം ആൾ അതും കടിച്ചു പിടിച്ചിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ ഡോക്ടറെ കണ്ട് ഇറങ്ങി മരുന്ന് മേടിക്കാനായിട്ട് നമ്മൾ ഫാർമസിയിൽ വെയിറ്റ് ചെയ്ത് വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ ക്ലൈമറ്റിൻ്റെ ആണെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞത്. ഇന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. പീഡിയാട്രീഷ്യന് തിരക്ക് കുറവായിരുന്നെങ്കിലും പൊതുവെ മൊത്തത്തിൽ ഹോസ്പിറ്റലിൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഈവനിങ് OP ഒക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ മേടിച്ച് ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ച് പോരാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.